ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാനൊരു ഉപ്പുമാവിൻ്റെ റെസിപ്പി വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഉപ്പുമാവ് യവം കൊണ്ടാണ് ഉണ്ടാക്കുന്നത്. നമ്മുടെ ഡയറ്റിനൊക്കെ ഡയറ്റ് എടുക്കുന്നവർക്കൊക്കെ കഴിക്കാനായിട്ട് നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റാണിത്. യവം കൊണ്ടുള്ള ഒരു ഉപ്പുമാവ്. ഇത് നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു ബ്രേക്ക്ഫാസ്റ്റാണ്. അതിനുവേണ്ടി ഞാൻ തലേ ദിവസം തന്നെ ഇത് കഴുകി വെള്ളത്തിൽ കുതിർക്കാനായിട്ട് ഇടുന്നുണ്ട്. വെള്ളമൊഴിച്ച് ഇടുന്നുണ്ട് അതിൽ. പിന്നെ നമ്മൾ നേരം വെളുക്കുമ്പോഴാണ് ഓവർനൈറ്റ് കുതിർക്കാനായിട്ട് വെച്ചിട്ട് പിന്നീടാണ് ഇത് ഉണ്ടാക്കണത്. പിറ്റേ ദിവസം ഞാൻ അതിന് വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എല്ലാതും അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. കുറച്ച് ക്യാരറ്റ്, ഒരു ചെറിയ സവാള, ഇഞ്ചി, പിന്നെ കുറച്ച് നാളികേരം, ഇതൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു പാനിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് ഇടുന്നുണ്ട്. കടുക് പൊട്ടിക്കഴിയുമ്പോൾ നമ്മൾ അതിലേക്ക് ഉഴുന്നും പരിപ്പും കൂടി ചേർത്ത് ഒന്ന് ഇളക്കുന്നുണ്ട്. അതും കൂടി ഒന്ന് മൂത്ത് വരുമ്പോഴാണ് പിന്നെ സവാള നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുണ്ടല്ലോ അതും പിന്നെ വേപ്പിലയും കൂടി ഇടുന്നുണ്ട് കേട്ടോ അതിൽ. പിന്നീട് അതൊന്ന് മൂത്ത് ഒന്ന് ചെറിയൊരു കളറ് വ്യത്യാസം വരണ സമയത്ത് പിന്നെ നമ്മൾ അതിലേക്ക് പച്ചമുളകും ഇഞ്ചിയും അരിഞ്ഞു വെച്ചിട്ടുണ്ടല്ലോ അതും കൂടി ചേർക്കുന്നുണ്ട്. അതെല്ലാം ഇട്ട് ഒന്ന് ഇളക്കിയതിന് ശേഷം നമ്മൾ അതിന് ഏകദേശം ഒരു ഉപ്പ് പാകത്തിനായിട്ട് ഒന്ന് ഇട്ട് ഇളക്കുന്നുണ്ട്. ഇതൊന്ന് പെട്ടെന്നൊന്ന് സെറ്റാവാൻ വേണ്ടിയിട്ടാണ് ഉപ്പും കൂടി ഇട്ട് അപ്പോൾ ഇളക്കണത്. പിന്നീട് നമ്മൾ അതിലേക്ക് അരിഞ്ഞു വെച്ചിട്ടുള്ള ക്യാരറ്റ് ഉണ്ടല്ലോ, ക്യാരറ്റ് ചേർക്കുന്നുണ്ട്. ഇതിലേക്ക് നമുക്ക് ഏത് വെജിറ്റബിൾ വേണമെങ്കിലും നമുക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾസ് ചേർക്കാം കേട്ടോ. വേണമെങ്കിൽ ബീൻസ് ചേർക്കാം, അല്ലെങ്കിൽ ഗ്രീൻ ബീൻസ്, എന്ത് വേണമെങ്കിൽ ചേർക്കാം. നമുക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾസ് എന്ത് വേണമെങ്കിലും ചേർക്കാം. അതൊക്കെ ഇട്ടിട്ട് ഒന്ന് ഇളക്കിയിട്ട് ജസ്റ്റ് ഒന്ന് മൂടി വയ്ക്കുന്നുണ്ട്. ഒരു 5 മിനിറ്റ് നേരം ഒന്ന് മൂടി വയ്ക്കുന്നുണ്ട്. ഓവർ കുക്ക് ആവാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യണില്ല. ഒന്ന് വാടിയാൽ മതി. അതൊന്ന് വാടിയതിന് ശേഷം പിന്നെ നമ്മുടെ യവം നമ്മൾ ഇന്നലെ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടല്ലോ, യവം ആ വെള്ളമാണ് നമ്മളിതിൽ ഒഴിക്കുന്നത്. വേറെ വെള്ളമല്ല നമ്മൾ ചേർക്കണത്. ആ വെള്ളം കൂടി ഇതിൽ ഒഴിക്കുന്നുണ്ട്. അങ്ങനെ അതെല്ലാം ഇട്ട് ഒന്ന് മൂടി വെക്കുന്നുണ്ട്. ഒരു 10-15 മിനിറ്റ് നേരം നമ്മളിതൊന്ന് വേവാൻ വേണ്ടിയിട്ട് മൂടി വെക്കുന്നുണ്ട് കേട്ടോ. അപ്പം നമ്മൾ ആ സമയത്ത് പാകത്തിന് ഉപ്പ് ഇല്ലേ എന്നുള്ളതും കൂടി ചെക്ക് ചെയ്യണം. നമ്മൾ ആദ്യം കുറച്ച് ഉപ്പ് ഇട്ടിട്ടുണ്ട്. പിന്നീടും കൂടി നമ്മളൊന്ന് നോക്കിയിട്ട് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മുടെ പാകത്തിന് ഉപ്പ് എത്ര വേണമെന്നുണ്ടെങ്കിൽ അതൊന്ന് ഇട്ട് കൊടുത്ത് ഒന്ന് മൂടി വയ്ക്കുക. സിമ്മിലിട്ടിട്ട് വേണം ഇത് വേവിക്കാനായിട്ട്. ഹൈ ഫ്ലെയിമിൽ ഇടരുത്. ഒരു 10-15 മിനിറ്റ് കഴിയുമ്പോഴേക്കും നമ്മുടെ ഉപ്പുമാവ് ഏകദേശം റെഡി ആയിട്ടുണ്ടാവും. വെള്ളമൊക്കെ വലിഞ്ഞ് യവൻ അതിൻ്റെ നമ്മൾ ഇട്ടതിനെക്കാട്ടും നല്ല ഇരട്ടിയായിട്ട് വന്നിട്ടുണ്ടാവും. അങ്ങനെ അതെല്ലാം ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം പിന്നെ നമ്മൾ നാളികേരം ചെരുകി വെച്ചിട്ടുണ്ടല്ലോ, ആ നാളികേരം കൂടി കുറച്ച് ടേസ്റ്റിന് വേണ്ടിയിട്ടാണ് നാളികേരം കൂടി അതിൽ ചേർക്കുന്നത്. നമ്മൾ റവ കൊണ്ട് ഉപ്പുമാവ് ഉണ്ടാക്കുമ്പോഴും നാളികേരം ഇട്ടാൽ നല്ലൊരു ടേസ്റ്റ് അല്ലേ. അതുപോലെ തന്നെയാണ് നമുക്ക് ഈ യവത്തിൻ്റെ ഉപ്പുമാവിലും നാളികേരം ഇട്ടാൽ ഒരു ടേസ്റ്റ് കിട്ടും. അങ്ങനെ അതും കൂടി ഇട്ടിട്ട് ഒന്ന് ഇളക്കി കഴിഞ്ഞാൽ നമ്മുടെ യവത്തിൻ്റെ മാവ് റെഡിയായി. ഡയറ്റ് ചെയ്യുന്നവർക്ക് നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ് കേട്ടോ ഇത്. അപ്പോൾ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ ഓക്കെ, ബൈ, താങ്ക്